ഹായ് മക്കളെ, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്നലെ ഞാൻ ചെയ്ത ലാബ് എക്സാം കഴിഞ്ഞു ഇനി എങ്ങനെ പഠിക്കണം എന്നുള്ള വീഡിയോയുടെ താഴെ കണ്ട ചില കമൻറ്റാണ്. സാർ എനിക്ക് 40% കിട്ടിയ ജസ്റ്റ് പാസ്സായാൽ മതി, എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം സാർ. 60% കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണ്. ഇങ്ങനെയുള്ള ഒത്തിരി കമൻറ്റുകൾ ആ വീഡിയോയുടെ താഴെ കണ്ടു. ഈ വീഡിയോ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു കാരണവശാലും ജസ്റ്റ് പാസ്സായാലോ 60% കിട്ടിയാലോ നിങ്ങൾ ഹാപ്പി ആവാനും പാടില്ല. ഹാപ്പി ആവുമെന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്, കരുതാനും പാടില്ല എന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. മക്കളെ, നിങ്ങൾ ആദ്യം ഒരു എക്സസൈസ്, അതായത് നിങ്ങൾക്കിപ്പോൾ എന്താണ് +2 എത്ര പെർസെൻറ്റേജ് കിട്ടണം എന്നുള്ള ആഗ്രഹമുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ 95%, 98%, സാറേ 100% കിട്ടണം എന്നൊക്കെ എൻ്റെ ആഗ്രഹം നിങ്ങൾ പറയൂലേ. പക്ഷേ ആ ആഗ്രഹം മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ ഏകദേശം +2 കഴിയാറായി, ഇനി നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഒരു മാസം പോലും സമയമില്ല. ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക്, എത്ര പെർസെൻറ്റേജ് കിട്ടുമെന്നാണ് നിങ്ങളുടെ പ്രതീക്ഷ എന്ന് നിങ്ങളൊന്ന് പറയോ? ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ വരട്ടോ. ഒരു കാര്യം കൂടെ ഉണ്ട്. ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതുവരെ പഠിച്ചതുപോലെ അല്ലാതെ ഇനി അങ്ങോട്ട് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഏകദേശം 25 ദിവസമുണ്ട്. ആൻഡ് മാർച്ച് 1 തുടങ്ങുന്ന നിങ്ങളുടെ പരീക്ഷ മാർച്ച് 23 വരെ. അപ്പോൾ ഏകദേശം ഒരു 50 ദിവസം നിങ്ങൾക്ക് ഇനിയും പഠിക്കാനുണ്ട്. ഈ 50 ദിവസം ഇതുവരെ നിങ്ങൾ പോകുന്നത് പോലെ അല്ലാതെ, ഇതുവരെ നിങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ, എങ്ങനെയാണ് പോകുന്നത്, ഇതുവരെ നിങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഇനി അങ്ങോട്ട് കുറച്ചും കൂടെ ബെറ്റർ ആക്കിക്കൊണ്ട് ഇനി അങ്ങോട്ടുള്ള 50 ദിവസം നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യലിൽ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ പഠിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് വരെ കിട്ടാൻ പറ്റും എന്നുള്ളതും കൂടെ വെച്ച് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതായത് 2%, 80%, 90%, 70%, 85% എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം. ആൻഡ് നിങ്ങളുടെ ഈ കമൻറ്റിലെ ആദ്യത്തെ പെർസെൻറ്റേജും രണ്ടാമത്തെ പെർസെൻറ്റേജും തമ്മിലുള്ള എന്താണോ അകലം, അതാണ് നിങ്ങളുടെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് മക്കളെ, എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്. അതായത് ഈ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള നെയിംഡ് റിയാക്ഷൻ്റെ മെക്കാനിസം പഠിക്കൽ, അല്ലെങ്കിൽ അക്കൗണ്ടൻസിലെയും ഹ്യൂമാനിറ്റീസിലെയും ചില ഹിസ്റ്ററിയിലൊക്കെ ചില വേൾഡ് വാറിനെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാർ മാത്രമൊന്നല്ല ജീവിതത്തിൽ രക്ഷപ്പെടുക. അതായത് നിങ്ങളെ +2 മാർക്കിനേക്കാളൊക്കെ എന്തുണ്ട്, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് നിങ്ങളൊരു സക്സസ്ഫുൾ ആവുന്നതിൽ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ലൈഫിൽ സക്സസ്ഫുൾ ആയ എല്ലാ ആൾക്കാരും അവരുടെ ഫുൾ പൊട്ടൻഷ്യലിൽ അവർക്ക് എത്താവുന്ന മാക്സിമത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ദിവസവും അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെ ഓരോ ദിവസവും അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഹാർഡ് വർക്കാണ് നിങ്ങൾ ഇങ്ങനെ പോയാൽ കിട്ടുന്ന പെർസെൻറ്റേജും ഇനി അങ്ങോട്ട് നന്നായി പഠിച്ചാൽ കിട്ടുന്ന പെർസെൻറ്റേജും തമ്മിലുള്ള വ്യത്യാസം. ആൻഡ് ആ വ്യത്യാസം എന്ത് ചെയ്യണം, ആ ഗ്യാപ്പ് നിങ്ങൾ ബ്രിഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100%, 95, 90 ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി അങ്ങോട്ടുള്ള 50 ദിവസം നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും +2 നിങ്ങളുടെ മാർക്ക് എത്രയാണെങ്കിലും ലൈഫിൽ എന്തായിരിക്കും, നിങ്ങൾ വലിയ നിലയിലെത്തും എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം മക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അന്ന് നിങ്ങൾ 10ാം ക്ലാസ് പഠിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഓർമ്മയില്ലേ, നിങ്ങളെ മുന്നിലുള്ള ഏറ്റവും ചെറിയ ചലഞ്ചാണ് 10ാം ക്ലാസ്സിൽ നിന്ന്. അത് +1 എത്തിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മാറിയില്ലേ. ഇപ്പോൾ +2 എത്തിക്കഴിഞ്ഞു. +2 കഴിഞ്ഞിട്ടും ലൈഫിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അതായത് നിങ്ങൾ ഇനി അങ്ങോട്ട് എന്തായി തീരണമെന്ന് തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട 50 ദിവസങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഈ 50 ദിവസവും നിങ്ങൾ വീണ്ടും ഉഴപ്പി നിങ്ങളെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ ഭയങ്കര റിസ്ക്കാണ്. ലൈഫിലെ ഓരോ ചലഞ്ചിന് മുമ്പിലും ഒരു നല്ല ജോബ് ഇൻ്റർവ്യൂ, ഒരു PSC എക്സാം, ഗൾഫിലുള്ള നല്ലൊരു ജോലി, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും എന്ത് വരും, നിങ്ങൾ ഇപ്പം എന്താണോ മൈൻഡ് സെറ്റ്, അത് വേണ്ട, എനിക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, PSC ഒന്ന് കിട്ടണം, എവിടെയെങ്കിലും കയറിയാൽ മതി എന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് എത്തും. ആൻഡ് എനിക്ക് ഉറപ്പാണ് നിങ്ങളെ ഈ മൈൻഡ് സെറ്റിൽ നിന്ന് തടയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. നിങ്ങളുടെ ഫോണാവാം, നിങ്ങളെ ഉറക്കാവും, നിങ്ങളെ മടിയാവാം, അങ്ങനത്തെ പല ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള 50 ദിവസം നിങ്ങൾ പഠിക്കണമെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ തീരുമാനിക്കണം. അതിന് ഒരൊറ്റ കാര്യം, ഡിസ്ട്രാക്ഷൻസൊക്കെ മാറ്റാനുള്ള പല വീഡിയോസും ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ തരാം. പക്ഷേ ഇന്ന് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, ഗ്രാവിറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം നിങ്ങൾ എനിക്ക് പ്രോമിസ് ചെയ്ത് തരണം. അതായത് ഇനി അങ്ങോട്ടുള്ള ദിവസം ഈ വീഡിയോ നിങ്ങൾ എന്ന് കാണുകയാണെങ്കിലും ഇനി അങ്ങോട്ടുള്ള ദിവസം ഡെയിലി 1.5 മണിക്കൂറിൻ്റെ 3 സെഷനെങ്കിലും നിങ്ങൾ പുസ്തകവുമായി പഠിക്കാനിരിക്കണം. പുസ്തകം ഞാൻ ഉദ്ദേശിക്കുന്ന യൂട്യൂബിൽ ഈ ക്ലാസ് കാണുന്നതടക്കം. അതായത് 1.5 മണിക്കൂറിൻ്റെ 3 സെഷൻ. നിങ്ങൾക്ക് എന്ത് പഠിച്ചാലും കുഴപ്പമില്ല. ബാക്കിയുള്ളത് ലാബ് പഠിച്ചോ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റിലെ ഇഷ്ടപ്പെട്ട ചാപ്റ്റർ പഠിച്ചോ, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. ഇനി അങ്ങോട്ടുള്ള ഒരാഴ്ചയെങ്കിലും, ഫുൾ ദിവസവും വേണ്ട, ഒരാഴ്ചയെങ്കിലും ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ നിങ്ങളെ ഈ
3 സെഷൻ ഏതൊക്കെയാണെന്ന് നിങ്ങൾ പറയണം. 6:30 മുതൽ 8 മണി വരെ ആദ്യത്തെ സെഷൻ രാവിലെ, പിന്നെ സ്കൂൾ വിട്ട് വന്നിട്ട് 6 മണി മുതൽ 7:30 വരെ അടുത്ത സെഷൻ, ആൻഡ് ലാസ്റ്റ് 8 മണി മുതൽ 9:30 വരെ. മിനിമം ആണ് ഞാൻ പറയുന്നത്. ഇതിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. ചില കുട്ടികൾ ഓൾറെഡി 4.5 മണിക്കൂറൊക്കെ പഠിക്കുന്നുണ്ടാവും. ഇത് രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട പ്ലാനിങ് ഇതായിരിക്കണം. ആൻഡ് ഈ പ്ലാനിങ് പരമാവധി ഓരോ ദിവസവും ഇനി അങ്ങോട്ടുള്ള ഒരാഴ്ച നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പറയാണ്, നിങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ പരീക്ഷ ആകുമ്പോഴത്തേക്ക് ഈ ലെവലിലെത്തും. ഈ ലെവലിൽ നിന്ന് പിന്നെ നിങ്ങൾ അങ്ങോട്ടുള്ള ലൈഫ് വളരെ വളരെ സെറ്റായിരിക്കും. സോ ഇത് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, ഒരു 35-40 വയസ്സാകുമ്പോൾ നിങ്ങൾ എവിടെ എത്തും എന്ന് തീരുമാനിക്കുന്നത് ഈ സംഭവമല്ലേ. നിങ്ങൾ തയ്യാറായേ പറ്റുള്ളൂ. ശരിക്ക് 1.5 മണിക്കൂർ വെച്ച് 3 സെഷൻ, അതായത് 4.5 മണിക്കൂർ നിങ്ങൾ പഠിക്കാനിരിക്കണം. ബാക്കി എല്ലാ ഡിസ്ട്രാക്ഷൻസും മാറ്റി വെച്ച് നിങ്ങൾ റെഡി ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഐ ആം റെഡി സർ എന്ന് പറയാം. നാളെ രാവിലെ അത് പ്ലാനും ചെയ്യണം. ഇഷ്ടമുള്ള 1.5 മണിക്കൂറൊന്നും എനിക്ക് പറ്റൂല. രാവിലെ ഏതൊക്കെയാണ് ആ 1.5 മണിക്കൂറുകൾ, ആ സമയത്ത് എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ള പ്ലാൻ ചെയ്യുക. അത് അതുപോലെ ചെയ്യുക. തീർന്നിട്ടില്ല എനിക്ക് കുഴപ്പമില്ല, പക്ഷേ ആ സമയത്ത് തുടങ്ങിയിരിക്കണം. അതായത് രാത്രി വൈകുന്നേരം 6 മണി മുതൽ 7:30 വരെ ഞാൻ ഫിസിക്സിലെ റേ ഓപ്റ്റിക്സ് പഠിച്ച് തീർക്കുന്നു പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തീർക്കാൻ പറ്റില്ലായിരിക്കും. പകരം നിങ്ങൾ എന്താ 6 മണി മുതൽ 7:30 വരെ കുറച്ച് പഠിക്കും, 8 മണി മുതൽ 9 വരെ ബാക്കിയും കൂടെ പഠിക്കും. നിങ്ങൾ വിചാരിച്ചാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, എന്നിട്ടും തീർന്നിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ആ സമയത്ത് നിങ്ങൾ പഠിക്കുക തന്നെ ആയിരിക്കണം. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക, ഐ ആം റെഡി സാർ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സിനെ വിളിക്കുക. എന്നാൽ അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് പരസ്പരം ചലഞ്ച് ചെയ്തിട്ട് പഠിക്കാനൊക്കെ പറ്റണം. അതിനെന്താണ്, മാക്സിമം ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ കമൻറ്റ് ചെയ്യുക, ഐ ആം റെഡി സാർ. ശരി.